കൈകൊണ്ട് തയ്ക്കാൻ പറ്റുന്ന മാസ്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വീട്ടിൽ നമ്മുടെ സൂചിയും നൂലൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സാധാരണ ക്ലോത്ത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്ക് ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും 8 ഇഞ്ചിലുള്ള 2 കഷ്ണം ആണ്, 2 സൈഡും 8 ഇഞ്ചാണ് വരുന്നത്. 2 പീസാണ് നമുക്ക് വേണ്ടത്. ഇത് നോൺ വുവൻ്റെ മെറ്റീരിയലാണ്, അതായത് നമുക്ക് ബാഗൊക്കെ കിട്ടുന്നത്. ഈ മെറ്റീരിയൽ നന്നായി വാഷ് ചെയ്ത് നമ്മൾ ഇത് ഒന്ന് ഉണക്കിയെടുക്കുക നന്നായിട്ട്. അതിനുശേഷം ഇതും 8 സൈസിൽ 8 ഇഞ്ച് സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറം വശം പുറത്തേക്ക് വെച്ചു, then ഇത് മറച്ചു വയ്ക്കുക. അടുത്തത് ഈ ലെയറിൻ്റെ മുകളിൽ ഇങ്ങനെയും വയ്ക്കും. ഓക്കെ, അതായത് ഇത് പുറം വശം 2 പുറം വശം ഒരുമിച്ച് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ നോൺ വുവൻ്റെ വാഷ് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തിട്ടുള്ള ഡെറ്റോളൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ഈ നോൺ വുവൻ്റെ കഷ്ണവും നമ്മൾ വയ്ക്കും. അതിനുശേഷം നമ്മൾ ആദ്യം ഒരു സൈഡ് കൈകൊണ്ട് തുന്നുവാണ്. നമ്മൾ സാധാരണ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ കുറച്ചൊന്ന് മുറുക്കി സ്റ്റിച്ച് ചെയ്യണമെന്ന് മാത്രം. ബാക്ക് സ്റ്റിച്ച് എടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, അപ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആയി നമുക്ക് കിട്ടും. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്ട്രോങ് ആയി സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കിതിപ്പം മെഷീനൊന്നും ഇല്ലെങ്കിൽ എല്ലാവരും വീട്ടിലും മെഷീൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പാറ്റേൺ കാണിക്കുന്നത്. ഇത് നമ്മൾ ഈ സൈഡ് മുഴുവൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഈ 3 സൈഡ് നമ്മൾ നന്നായി സ്റ്റിച്ച് ചെയ്യുക ആദ്യം. ഇത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 സൈഡ് അല്ല, ഒരു സൈഡ് ഫ്രീ ആക്കി വിടുന്നത് നമുക്ക് തിരിച്ചിട്ടിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ബാക്ക് സ്റ്റിച്ച് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നമുക്കിപ്പം ഇനിയിപ്പോൾ എന്തായാലും കുറേ കാലത്തേക്ക് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പം ഇത് മാസ്ക് വയ്ക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ എന്തായാലും പറ്റില്ല. വച്ചേ പറ്റൂ. ഗവൺമെൻറ് സ്ട്രിക്റ്റ് പറയണു എന്നല്ല, നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മളിത് വെച്ചേ പറ്റൂ. ഇത് നമ്മൾ ഈ 3 സൈഡും സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇതിവിടെ ഉറപ്പിച്ചു. നമ്മൾ കുത്തി ഉറപ്പിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ ടൈറ്റാക്കി ഉറപ്പിക്കാം. അത് കഴിഞ്ഞ് ഇത് നമ്മൾ മറിച്ചിടും. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് ഒന്ന് മടക്കി ഇതിങ്ങനെ ഉള്ളിലോട്ട് മടക്കി ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഉള്ളിലോട്ട് മടക്കിയിട്ട് വേണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ.
ഇതുപോലെ നേർപകുതി എടുക്കാം. അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇടാം. ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു 1 ഇഞ്ച്. ഓക്കെ, ഈ 1.5 ഇഞ്ച് മടക്കി 1 ഇഞ്ചിൻ്റെ അവിടേക്ക് നടുവിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. ഇപ്പുറത്തെ പോർഷനും അതുപോലെ തന്നെ ഇങ്ങനെ മടക്കുക, ഇതിവിടെ കയറ്റിക്കൊണ്ടുവരാം. സെയിം പ്രൊസീജിയർ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വയ്ക്കാം. ഓക്കെ, ഇതൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്റ്റിഫായിട്ട് ഇത് ഇങ്ങനെ തന്നെ കിട്ടും. ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും. ഇത് നമ്മുടെ മൂക്കൊക്കെ വരുന്ന ഭാഗം വിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടേക്ക് വിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളിങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല സ്ട്രോങ് ആയി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ അവിടെ വിരിഞ്ഞ് പോകുമ്പോൾ അത് വിട്ടു പോകാൻ ചാൻസ് കൂടുതലാണ്. നല്ല ടൈറ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതൊരു സൈഡ് കഴിഞ്ഞു. ഇനി ഇതിവിടെ ഉറപ്പിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് നമ്മൾ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് അവസാനം ഇത് നന്നായി ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കും. നമുക്ക് ഇത് ഈ പാറ്റേണിൽ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ എലാസ്റ്റിക്കുകൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയി നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എലാസ്റ്റിക് ഇല്ലെങ്കിൽ നമുക്കിതുപോലത്തെ റിബണോ അല്ലെങ്കിൽ നമുക്ക് ഈ ക്ലോത്തിൽ തന്നെ ഇതുപോലെ എന്തെങ്കിലും വള്ളി എങ്ങാനും കട്ട് ചെയ്തെടുത്തിട്ട് അതോ എന്തെങ്കിലും നമുക്ക് നമ്മുടെ തലയുടെ വട്ടത്തിൻ്റെ ആർക്കാണോ യൂസ് ചെയ്യുന്നത് അവരുടെ തലയുടെ വട്ടത്തിൻ്റെ ഒരു ഹാഫാക്കി എടുത്ത് അത് നമുക്കിവിടെ 2 സൈഡിലും നല്ല സ്ട്രോങ് ആയി വെച്ച് കൈ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തുന്നുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി നല്ല കടുപ്പത്തിൽ തന്നെ തുന്നിയെടുക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുപോകും. മിഷൻ പോലെയല്ലല്ലോ, കുറച്ചും കൂടെ ടൈറ്റാക്കി നന്നായി മുറുക്കി എപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്ന് മാത്രം. ഇതുള്ളിൽ വെച്ച് കൊടുത്ത് നല്ല ടൈറ്റായി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്താണോ അത് വെച്ചിട്ട് നമുക്കിപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഈ റിബണിന് പകരം നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കോട്ടൺ തുണി തന്നെ നീളത്തിൽ മുറിച്ച് നമുക്കിത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് സ്ട്രോങ് ആക്കി കൈ കൊണ്ട് തന്നെ തുന്നി നമുക്ക് സ്ട്രോങ് ആക്കി കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 4 സൈഡിലും സ്റ്റിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് എലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്യുക, ഇതിൻ്റെ ഇപ്പുറത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്കിത് വിരിച്ച് നമുക്കിതുപോലെ കേട്ടോ. എവിടേക്കെങ്കിലുമൊക്കെ പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ നമുക്കിനി എന്തായാലും മാസ്ക് വെച്ചേ പറ്റൂ. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇത് നിൽക്കും ചെയ്യും. നമുക്കിത് അതായത് വാഷ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. കാരണം നമ്മൾ കോട്ടൺ അല്ലേ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തതായത് കാരണം നമുക്ക് വാഷ് ചെയ്യുകയും ചെയ്യാം, നമുക്ക് റീയൂസ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ കൊറോണ കാലത്ത് നമുക്കിപ്പം ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, മിഷനൊന്നുമില്ലാതെ ഈസി ആയി ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്ക്.